ഹലോ ഫ്രണ്ട്സ്, ഡീജൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ ചുറ്റിനും ഒരുപാട് കലാകാരന്മാരുണ്ട്, നമ്മളറിയാത്ത ഒരുപാട് കലാകാരന്മാർ. അതുപോലെ ഒരു കലാകാരനാണ് ഇപ്പം നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. ആ കലാകാരൻ്റെ വീട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ആ കലാകാരൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ഇതാണ് രമേശൻ്റെ വീട്. ഇതാണ് ആള്. ഇവിടെ ആരുമില്ലേ വേറെ? ഇല്ല, അവരെ വെളിയിലോട്ട് പോയിട്ട്. അപ്പോൾ രമേശ് എന്ത് ചെയ്യുന്നു? ഇപ്പം എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഒരു വണ്ടി ഓടിക്കുക. ഏത് വണ്ടി? സെയിൽ വണ്ടി ഓടിക്കുക. എവിടെ അത്? റാന്നില്ലേ. രമേശ് വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ പാട്ടൊക്കെ പാടുമോ? പിന്നെ പാടും. അത്യാവശ്യം പാടുമല്ലേ? പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? പാട്ട് 2 വർഷം പഠിച്ചതാണ്. ഓക്കെ 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 ഓക്കെ. ആ രമേശ്, ഇപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? ഇപ്പം വീട്ടിലെ അമ്മ അനിയത്തി. അവരെന്ത് ഇവിടെ ഉണ്ടോ? അവരോട് ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് വിളിച്ചാലോ? വിളിച്ചോ. എന്നാ വിളി. അമ്മേ. ഇതാണ് സഹോദരി അല്ലേ? ഇത് അമ്മയല്ലേ? ചേച്ചി, രമേശ് എങ്ങനെ വീട്ടിൽ? പാട്ട് പാടും. നന്നായിട്ട് പാടുമോ? നന്നായിട്ട് പാടും. ആണല്ലേ? മോടെ വരുന്നോ? ലക്ഷ്മി എന്താ പഠിക്കോ? ഇല്ല, പഠിത്തം കഴിഞ്ഞ് നോക്കിയല്ലേ? ലക്ഷ്മി പാട്ടൊക്കെ പാടുമോ? ആണല്ലേ? അപ്പൊ നമുക്ക് ചേട്ടൻ്റെ ഒരു പാട്ട് കേട്ടാലോ? എന്താ, പാടത്തില്ലേ? പിന്നെ പാടാം. രമേശ്, എന്നാൽ നമുക്ക് 4 ലൈൻ പാട്ട് കേട്ടാലോ? എന്നാ പാടാമോ? എന്നാ പാടിക്കോ. പാലോ പാലോ നല്ല നടപ്പാലോ, അപ്പന്റെ കയ്യു പിടിച്ച് നടക്കണ നേരം. പാലോ പാലോ നല്ല നടപ്പാലും, അപ്പന്റെ കയ്യു പിടിച്ച് നടക്കണ നേരം. ആയോരു പാലത്തിന്റെ മുകളിൽ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. എന്താണപ്പാ വിളിയും കേട്ടേ, എന്നമ്മ വിളിക്കണൊരൊച്ച പോലെ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായിന്ന്, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. ആയ കഥ കേട്ട് കരയരുത് പൊന്നുവേ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. വന്നൊരു വെറുതെ മാസം കള്ളക്കാറ് കീടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. നീ അങ്ങു നീന്തി നടക്കാനും അടിവെച്ച് വീണ് കരയണ പ്രായം. അറുതിക്കെത്തും ഒരപ്പിച്ചമ്പ, ഉണ്ണീടം മേലെ കരുനേരത്താൻ, ഉണ്ണീടം മേലെ കരുനേരത്താൻ. രമേശ്, നല്ല സൂപ്പർ പാട്ടായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടി കുറേ സമയം ചിലവഴിച്ചതിനായി ഒരുപാട് നന്ദി. ഓക്കെ.